ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. 2030 സൗരോർജ്ജം, കാറ്റ്, ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങിയ പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്ന് 500 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതേ ദിശയിലാണ് അരുണാചൽ പ്രദേശ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ പ്രതിമാസ ഗാർഹിക ചെലവുകൾ ലഘൂകരിക്കുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമായി സംഘടിപ്പിച്ച വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ ഭാവി വികസന പദ്ധതികളിൽ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയാണ് വികസന സദസ്സിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. GST പരിഷ്കാരങ്ങൾ നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്നിവയ്ക്ക് നികുതി ഒഴിവാക്കിയതും കൃഷി, ആരോഗ്യം എന്നീ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതും സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. GST പരിഷ്കരണം നിലവിൽ വന്നതോടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പരിഷ്കരണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളെ ആയുർവേദ ദിനം. ജനങ്ങൾക്കും ഗൃഹത്തിനും വേണ്ടി ആയുർവേദം എന്നതാണ് ഈ വർഷത്തെ ആയുർവേദ ദിന പ്രമേയം. ആയുർവേദം വെറുമൊരു ആരോഗ്യ സംരക്ഷണ സംവിധാനമല്ല, മറിച്ച് മനുഷ്യനും പരിസ്ഥിതിക്കും ഇടയിലുള്ള ഐക്യം എന്ന തത്വത്തിൽ വേരൂന്നിയ ജീവശാസ്ത്രമാണെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാവത് പറഞ്ഞു. 10ാമത് ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബീന ജോർജ് നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദിനാചരണത്തോടനുബന്ധിച്ച് 14.39 കോടി രൂപയുടെ 12 പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. VK പ്രശാന്ത് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. 240ഓളം കായിക താരങ്ങൾക്ക് സർക്കാർ സർവീസിൽ പുതുതായി ജോലി നൽകാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. കോഴിക്കോട് ചെറുവാടിയിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിലേക്ക് കേരള മുസ്ലിം ജമാഅത്ത് സമാഹരിച്ച 2 കോടി രൂപ സർക്കാരിന് കൈമാറി. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയാണ് ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. ലോകമെമ്പാടുമുള്ള പ്രവാസികളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി മലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫയലുകളിലെ കാലതാമസം ഒഴിവാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സേവനങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിനും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകി. കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വയനാട് സുഗന്ധഗിരി ട്രൈബൽ മ്യൂസിയവും അദ്ദേഹം സന്ദർശിച്ചു. സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കമായി. ഈ മാസം 27 വരെ ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 2800 കുട്ടികൾ പങ്കെടുക്കും. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ രാത്രി 8-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ ഗ്രൂപ്പ് എയിൽ 6 പോയിന്റുമായി 1ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ നടന്ന മത്സരത്തിൽ ടീം ഇന്ത്യ പാകിസ്ഥാനെ 6 വിക്കറ്റിന് കീഴടക്കിയിരുന്നു. നാളെ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ വിതരണം ചെയ്യും. ജവാൻ, 12th ഫെയിൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിക്കും സമ്മാനിക്കും. റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം. മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും സഹനടിക്കുള്ള അവാർഡ് ഉർവശിയും ഏറ്റുവാങ്ങും. ചടങ്ങിൽ നടൻ മോഹൻലാലിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.